2023 നടന്ന SSC CGL പരീക്ഷയിലെ ഏൻഷ്യൻറ്റ് ഇന്ത്യയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സീരീസാണ്, ഡിസ്കഷൻ സീരീസ്. ഓൾറെഡി നമ്മൾ 2023 CGLിലെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞു, ഇക്കണോമിക്സിലെ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞു, പൊളിറ്റിയിലെ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞു, ജോഗ്രഫി ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞു, ഇംഗ്ലീഷിലെ വൊക്കാബുലറി പാർട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് തരുന്നത് തന്നെ ഒരു സീരിയസ് കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും നോക്കി പോവുക. അവർക്ക് തീർച്ചയായിട്ടും ഈ ഏരിയയിൽ തന്നെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് തരുന്ന കാഴ്ച കാണാൻ സാധിക്കും. 2022 CGLിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ, 2021 ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡിസ്കഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഡോട്ട്സ് അക്കാഡമിയുടെ ചാനലിൽ കാണാവുന്നതാണ്. ഇത് ഏരിയാസ് റിപ്പീറ്റ് ചെയ്ത് വരുവാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏൻഷ്യൻ്റ് ഇന്ത്യ നോക്കുവാണെങ്കിൽ ബുദ്ധിസ്റ്റ് കൗൺസിൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മഹാജനപദാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രീക്ക് അംബാസഡേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വേദിക് ബുക്കുകളായിക്കോട്ടെ, ഇതൊക്കെ റിപ്പീറ്റഡ് ഏരിയയാണ് ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻസ്ക്രിപ്ഷൻസ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീഡിയോ കേട്ട് പോകുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഒരു പേനയും പേപ്പറും എടുത്ത് വെക്കുക. നിങ്ങൾക്ക് അറിയാൻ മേലാത്ത ഏരിയാസ് വരുമ്പോൾ, കൂടുതൽ എക്സ്പ്ലനേഷൻ ഉള്ള ഏരിയാസ് വരുമ്പോൾ, അഡീഷണൽ ഇൻഫർമേഷൻസ് വരുമ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ 2024 നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന മേഖലകൾ നിങ്ങളുടെ മുമ്പിലേക്ക് തരിക. ഇങ്ങനെ പഠിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം സീരിയസ് കാൻഡിഡേറ്റ് ആണെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ് ഉൾക്കൊണ്ടുകൊണ്ട് വീഡിയോസ് കാണുക. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. Question: A wealthy person in the early Vedic period was known as Duhitri, Gaveshna, Gomath, Ravi. ഏർലി വേദി സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കൗ ബേസ്ഡ് എക്കണോമിയാണ്. മെയിൻ സോഴ്സ് ഓഫ് എക്കണോമിക് ഐറ്റം എന്ന് പറയുന്നത് കൗ ആണ്. തീർച്ചയായിട്ടും കൗ ഏറ്റവും കൂടുതലുള്ള ആളാണ് ആ സമയത്ത് വെൽത്തി പേഴ്സൺ അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ദുഹിത്രി എന്ന് പറഞ്ഞാൽ ഡോട്ടറിന് അർത്ഥം വരുന്നുള്ളൂ. ഡോട്ടർ, വൺ ഹു മിൽക്സ് കൗ എന്നാണ് ദുഹിത്രിയുടെ അർത്ഥം, ഡോട്ടർ എന്നാണ്. ഗാവേഷണ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏർലി വേദിക് പീരീഡിൽ കാണുന്നില്ല. ഗോമത്ത് എന്ന് പറഞ്ഞാൽ വൺ ഹു ഓൺസ് കൗ എന്നർത്ഥം. ഒരുപാട് കൗ ഉള്ള ആൾ ആണ് ഗോമത്ത് എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും വെൽത്തി പേഴ്സൺ എന്ന് പറയുന്നത് ആ സമയത്തെ എക്കണോമി കൗ ബേസ്ഡ് എക്കണോമി ആയതുകൊണ്ട് തന്നെ വൺ ഹു ഓൺസ് എ ലാർജ് നമ്പർ ഓഫ് കൗസ് എന്ന് പറയുന്നതാണ് വെൽത്തി പേഴ്സൺ. സോ ഗോമത്ത് ഈസ് ദ ടേം യൂസ്ഡ് ടു റെപ്രസെൻറ്റ് വെൽത്തി പേഴ്സൺ. അടുത്ത രവി എന്ന് പറയുന്നത് സൺ, സൂര്യൻ്റെ മറ്റൊരു പേരായിരുന്നു. ഏൻഷ്യൻ്റ് കാലഘട്ടത്തിലെ പേരാണ് രവി എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഗോമത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who among the following Mauryan kings gave up war after Battle of Kalinga? നമുക്കറിയാം ബാറ്റിൽ ഓഫ് കലിംഗ. അശോക ദ ഗ്രേറ്റ് റൂളർ ഓഫ് ഇന്ത്യ ആയിരുന്ന മൗര്യൻ രാജാവായിരുന്ന അശോകൻ ആണ് കലിംഗ യുദ്ധം നടത്തുന്നത്. കലിംഗ യുദ്ധത്തിന് ശേഷം അശോകൻ ബുദ്ധമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയും അശോകൻ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് അശോക ദ ഗ്രേറ്റ്, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. കലിംഗ യുദ്ധത്തെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. BC 261 കലിംഗ യുദ്ധം നടക്കുന്നത്. അശോകൻ്റെ കൊറോണേഷൻ നടക്കേണ്ടത് BC 268. അപ്പോൾ BC എന്ന് പറയുമ്പോൾ പുറകോട്ട വർഷം വരുന്നത് അല്ലേ. അപ്പം അശോകൻ്റെ കൊറോണേഷന് ശേഷം 8ാമത്തെ വർഷത്താണ് കലിംഗ യുദ്ധം നടക്കുന്നത്. BC 268 അശോകൻ കൊറോണേഷൻ നടത്തുന്നു. BC 261 കലിംഗ യുദ്ധം നടക്കുന്നു. മറ്റൊരു കാര്യം ഓർക്കാനുള്ളത്, അശോകൻ ബുദ്ധമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കലിംഗ യുദ്ധത്തിന് ശേഷം. ഈ ഓപ്ഷൻ സി പറയുന്ന മറ്റാൾക്കാരെ നമുക്ക് നോക്കാം. ചന്ദ്രഗുപ്ത മൗര്യനാണ് ദ ഫൗണ്ടർ ഓഫ് മൗര്യ ഡൈനാസ്റ്റി ഇൻ ഇന്ത്യ. കൗഡല്യൻ അതിൻ്റെ സഹായത്തോടുകൂടി ചന്ദ്രഗുപ്ത മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നു. ബിന്ദുസാര, ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മകനായിരുന്നു ബിന്ദുസാരൻ. അശോകൻ്റെ അച്ഛനാണ് ബിന്ദുസാരൻ. ഹി ഈസ് നോൺ ആസ് ദ കോൺഗറർ ബിറ്റ്വീൻ 2 seas. അറേബ്യൻ സീക്കും ബേ ഓഫ് ബംഗാളിനും ഇടയിലുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുത്ത മൗര്യൻ രാജാവാണ് ബിന്ദുസാരൻ. എന്നാൽ കലിംഗം പിടിച്ചെടുക്കാൻ വേണ്ടി ബിന്ദുസാരന് സാധിച്ചില്ല. കലിംഗം എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഇന്ത്യയിലേക്കുള്ള മെയിൻ ട്രേഡ് റൂട്ട് കലിംഗത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഒഡീഷയിലേക്കുള്ള ട്രേഡ് റൂട്ട്. അപ്പോൾ ഒഡീഷയിലാണ് കലിംഗം. അപ്പോൾ ഈസ്റ്റേൺ ഇന്ത്യയിലേക്കുള്ള ട്രേഡ് റൂട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് അശോക ദ ഗ്രേറ്റ് കലിംഗം പിടിച്ചെടുക്കുന്നത്. ഡാഷ് വാസ് ദ ഫസ്റ്റ് വുമൺ ടു ബി ഓർഡൈൻഡ് ആസ് എ ഭിക്ഷുണി ഇൻ ദ ബുദ്ധിസം. ദമ്മാനന്ദ ഭിക്ഷുനി, സുജാത, മഹാപ്രജാപതി ഗൗതമി, സംഘമിത്ര. ബുദ്ധമതത്തിലേക്ക് വന്ന ആദ്യത്തെ ഭിക്ഷുണി ആര്? ബുദ്ധമതത്തിലേക്ക് വന്ന ആദ്യത്തെ ഭിക്ഷുണി മഹാപ്രജാപതി ഗൗതമിയാണ്. ഗൗതമി അഥവാ ഗോതമി അത് ബുദ്ധൻ്റെ വളർത്തമ്മയായിരുന്നു. ഓക്കെ, ബുദ്ധൻ്റെ വളർത്തമ്മയായിരുന്ന ഗോതമിയാണ് ബുദ്ധമതത്തിലേക്ക് വന്ന ആദ്യത്തെ ഭിക്ഷുണി. ഈ ദമ്മാനന്ദ ഭിക്ഷുനി ആരാണ്? ദമ്മാനന്ദ ഭിക്ഷുനി എന്ന് പറയുന്നത് ബുദ്ധിസത്തിൻ്റെ ഒരു വിഭാഗമായ തേരാവാദ സ്കൂളിൻ്റെ ഒരു പ്രമുഖ ലീഡറാണ് ദമ്മാനന്ദ ഭിക്ഷുനി എന്ന് പറയുന്നത്. സുജാത ബുദ്ധ ഭഗവാന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേഴ്സണാലിറ്റിയാണ്. ബുദ്ധഭഗവാൻ അദ്ദേഹത്തിൻ്റെ എൻലൈറ്റൻമെൻ്റ് ഒക്കെ ലഭിച്ചതിന് ശേഷം ആദ്യമായി ഒരു സദ്യ കഴിക്കുന്നത് സുജാതയുടെ കയ്യിൽ നിന്നാണ്. സോ സുജാത വാസ് അസോസിയേറ്റഡ് വിത്ത് ദ ലൈഫ് ഓഫ് ബുദ്ധ.
സംഗമിത്ത എന്ന് പറഞ്ഞാൽ അശോകൻ്റെ ഡോട്ടറാണ്. അശോക ദേവനാംബിയ പ്രിയദർശി എന്നറിയപ്പെടുന്ന അശോക രാജാവിൻ്റെ ഡോട്ടറായിരുന്നു സംഗമിത്തയാണ് അശോകൻ ശ്രീലങ്കയിലേക്ക് അയക്കുകയാണ്, സിലോണിലേക്ക് അയക്കുകയാണ്. അവിടെ പോയി അവർ ബുദ്ധമതം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. സംഗമിത്തയും ഒരു ബുദ്ധിസ്റ്റ് സെയിൻറ്റ് അഥവാ ഭിക്ഷുണിയായിരുന്നു. ഹൂ സെൻറ്റ് ദ ഗ്രീക്ക് അംബാസിഡർ മെഗസ്തനീസ് ടു ദ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ? സെലൂക്കസ്, ടോൾമി, ഡയോണീഷ്യസ്, സിക്കന്ദർ. ഗ്രീക്ക് അംബാസിഡറായ മെഗസ്തനീസിനെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കോർട്ടിലേക്ക് അയച്ച വ്യക്തി ആരാണ്? സെലൂക്കസ് നിക്കേതർ അഥവാ സെലൂക്കസ്. അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ജനറലായിരുന്നു സെലൂക്കസ് നിക്കേതർ. ഇദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്ന മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ രാജാവിൻ്റെ കണ്ടംപററിയെ സമകാലീനായിരുന്നു. മൗര്യ രാജാവായ ചന്ദ്രഗുപ്ത മൗര്യനും സെലൂക്കസ് നിക്കേതറുമായി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ സെലൂക്കസ് നിക്കേതർ ഒരു അംബാസിഡറിനെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കോർട്ടിലേക്ക് അയക്കുകയാണ്. അങ്ങനെ വന്ന അംബാസിഡറാണ് മെഗസ്തനീസിൻ്റെ ഫേമസ് ആയ ബുക്ക് മറക്കാതിരിക്കുക, ഇൻഡിക്ക. ഓക്കെ, ഇന്ത്യയെക്കുറിച്ചും മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും ഒക്കെ വ്യക്തമായ ഇൻഫർമേഷൻ തരുന്ന ഒരു ബുക്കാണ് മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക. അപ്പോൾ ഇതേ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് തന്നെ അടുത്ത വർഷങ്ങളിൽ വീണ്ടും ചോദ്യം വരാം. ഒന്ന് മെഗസ്തനീസിൻ്റെ ബുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കണ്ടംപററി ആയിട്ടുള്ള ഗ്രീക്ക് അംബാസിഡർ ആരാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കണ്ടംപററി ആയിട്ടുള്ള ഗ്രീക്ക് ജനറൽ ആരാന്ന് ചോദിക്കാം, അലക്സാണ്ടറിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ആരാന്ന് വേണമെങ്കിലും ചോദ്യം വരാം. മൗര്യ സാമ്രാജ്യത്തിന് ഗ്രീക്കുമായി നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രീക്ക് അംബാസിഡേഴ്സ് അഥവാ ഗ്രീക്ക് ജനറൽസ്, അതും ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട, അശോകൻ്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട, ബിന്ദുസാറിൻ്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എക്സാം പെർസ്പെക്റ്റീവിൽ നമ്മളെ സഹായിക്കും. ഓർത്തിരിക്കുക, അലക്സാണ്ടറിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ജനറലായിരുന്നു സെലൂക്കസ് നിക്കേതർ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കണ്ടംപററി ആയിരുന്നു. അടുത്തത് യുദാമസ് ആണ് ലാസ്റ്റ് ജനറൽ ഓഫ് അലക്സാണ്ടർ ഇൻ ഇന്ത്യയിലെ അലക്സാണ്ടറിൻ്റെ അവസാനത്തെ ജനറലായിരുന്നു യുദാമസ്. ഓൾറെഡി ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കോർട്ടിൽ വന്ന ഗ്രീക്ക് അംബാസിഡറെ നമ്മൾ കണ്ടു കഴിഞ്ഞു, മെഗസ്തനീസ്. അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ ബുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇൻഡിക്ക. അതേപോലെ തന്നെ ബിന്ദുസാരൻ, ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മകനായ ബിന്ദുസാരൻ്റെ കോർട്ടിൽ വന്ന ഗ്രീക്ക് അംബാസിഡർ ആയിരുന്നു ഡെയ്മാക്കസ്. മറക്കാതിരിക്കുക, ദ ഗ്രീക്ക് അംബാസിഡർ അറ്റ് ദ കോർട്ട് ഓഫ് ബിന്ദുസാരനാണ് ഡെയ്മാക്കസ്. ബിന്ദുസാരൻ്റെ മകനാണ് അശോക ദ ഗ്രേറ്റ് എന്നറിയപ്പെടും. അശോകൻ്റെ കോർട്ടിൽ വന്ന ഗ്രീക്ക് അംബാസിഡർ ആയിരുന്നു ഡയോണീഷ്യസ്. അപ്പോൾ മെഗസ്തനീസ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കോർട്ടിൽ വന്നു, ഡെയ്മാക്കസ് ബിന്ദുസാരൻ്റെ കോർട്ടിൽ വന്നു, ഡയോണീഷ്യസ് അശോകൻ്റെ കോർട്ടിൽ വന്നു. ഈ ഗ്രീക്ക് അംബാസിഡേഴ്സിനെയും ഈ സെലൂക്കസ് നിക്കേതർ, യുദാമസ് എന്ന് പറയുന്ന ഗ്രീക്ക് ജനറൽസിനെയും നിങ്ങൾ മറക്കാതിരിക്കുക. ദ ക്യാപിറ്റൽ ഓഫ് വജി മഹാജനപദ വാസ്. വജി മഹാജനപദയുടെ ക്യാപിറ്റൽ ഏതാണ്? പാടലിപുത്ര, ചമ്പ, വൈശാലി, കോശാല. വജി മഹാജനപദ വളരെ ഫേമസ് ആണ്. കാരണം വജി എന്ന് പറയുന്ന ഒരു ഒളിഗാർക്കി ആയിരുന്നു. ഒരു റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് ആണ് വജി നിലനിന്നിരുന്നത്. ഓക്കെ, ഒരു കോൺഫെഡറസി ആയിരുന്നു വജി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ വജി കോൺഫെഡറസിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിരുന്നത് വൈശാലിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. വേദിക് കാലഘട്ടത്തിന് നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഏർലിയർ വേദിക് പീരിയഡ് അഥവാ ഋഗ്വേദിക് പീരിയഡ് ആൻഡ് ലേറ്റർ വേദിക് പീരിയഡ്. ഏർലിയർ വേദിക് പീരിയഡിൽ ആൾക്കാർ സെറ്റിൽമെൻറ്റ് നടത്തിയിരുന്നത് സപ്ത സിന്ധുവത റീജിയനാണ്. ഇൻഡസ് റിവറും അതിൻ്റെ ട്രിബ്യൂട്ടറീസും. അത് ഇന്നത്തെ ഇന്ത്യയിലെ നോർത്ത് വെസ്റ്റേൺ റീജിയൻ ആയിട്ട് വരും. എന്നാൽ ലേറ്റർ വേദിക് പീരീഡ് ആയപ്പോഴത്തേക്കിന് സപ്തസിന്ധുവത റീജിയനിൽ നിന്നും ആൾക്കാർ ഗംഗ യമുന തീരത്തേക്ക് മാറി താമസിക്കാൻ ആരംഭിച്ചു. ഈ ഗംഗ യമുന ഡോബിൽ പല മഹാജനപദങ്ങളും ഡെവലപ്പ് ചെയ്തു വന്നു. അങ്ങനെ ഇന്ത്യയിൽ 16 മഹാജനപദങ്ങൾ ഡെവലപ്പ് ചെയ്തു വന്നു. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ, എസ്പെഷ്യലി SSC എക്സാമിനേഷനിൽ എല്ലാ വർഷവും 100% ചോദ്യം പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു മേഖലയാണ് ഈ 16 മഹാജനപദങ്ങൾ. ഒന്നെങ്കിൽ അതിൻ്റെ പ്രത്യേകത ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഏത് സ്റ്റേറ്റിൽ, ഇന്ത്യൻ സ്റ്റേറ്റിലാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽസ് ചോദിക്കാം. നമുക്കറിയാം സ്ട്രോങ്ങസ്റ്റ് മഹാജനപദയായിരുന്നു മഗധ. അതാണ് ഫസ്റ്റ് മഹാജനപദം, സ്ട്രോങ്ങസ്റ്റ് മഹാജനപദം. അതേപോലെ തന്നെ നമുക്ക് വജി കോൺഫെഡറസി നമ്മൾ ഡിസ്കസ് ചെയ്തു. വജി ഒരു കോൺഫെഡറസി ആയിരുന്നു, റിപ്പബ്ലിക്കൻ ക്യാരക്ടർ. അപ്പോൾ എല്ലാ മഹാജനപദങ്ങളും അതിൻ്റെ ക്യാപിറ്റൽസും അതിൻ്റെ പ്രസന്റ് ലൊക്കേഷനും അടങ്ങുന്ന ഒരു ചാർട്ട് ഞാൻ അവിടെ കൊടുക്കുകയാണ്. തീർച്ചയായും ഇത് പഠിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് 1 മാർക്ക് സമ്മാനിക്കും. നമുക്ക് നോക്കാം. ഒന്ന്, കാശിയുടെ ക്യാപിറ്റൽ വാരണാസിയാണ്. കാശി നമുക്കറിയാം ഇന്നത്തെ ഉത്തർപ്രദേശിലാണ് കാശി ലൊക്കേറ്റ് ചെയ്യുന്നത്. കോസാല ശ്രാവസ്തി ആയിരുന്നു ക്യാപിറ്റൽ, അതും ലൊക്കേറ്റ് ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. അടുത്തത് അങ്ക എന്ന് പറയുന്നത് നമ്മുടെ കർണൻ്റെ രാജ്യം, അംഗരാജ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് അങ്ക എന്ന് പറയുന്നത് ചമ്പയാണ് ക്യാപിറ്റൽ. ഇന്നത്തെ ബാഗൽപൂർ മുംഗേർ ഡിസ്ട്രിക്റ്റ് ഓഫ് ബീഹാറിലായിട്ടാണ് പ്രസന്റ് ലൊക്കേഷൻ ഓഫ് അംഗരാജ്യം കാണുന്നത്. അടുത്തത് മഗധയാണ്. രാജഗ്രഹ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള മഹാജനപദയായിരുന്നു മഗധയുടെ ക്യാപിറ്റൽ മറക്കാതിരിക്കുക, രാജഗ്രഹ. ഇന്നത്തെ ഗയ പാട്ന റീജിയൻ ഓഫ് ബീഹാറിലാണ് നമുക്ക് മഗധ കാണപ്പെടുന്നത്. വജിയുടെ ക്യാപിറ്റൽ ഡിസ്കസ് ചെയ്തു, വൈശാലി ഒരു കോൺഫെഡറസി ആയിരുന്നു. ഇന്നത്തെ ബീഹാറിലാണ് വൈശാലി വജി കോൺഫെഡറസി ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്.
മല്ലാസും ഒരു റിപ്പബ്ലിക്കൻ ക്യാരക്ടറുള്ള ഒരു മഹാജനപതിയാണ് മല്ലാസിന്റെ ക്യാപിറ്റലാണ് കുഷിനാര. ഓക്കെ, ഇന്നത്തെ ഉത്തർപ്രദേശിലാണ് കുഷിനാര ലൊക്കേറ്റ് ചെയ്യുന്നത്. അടുത്തത് ചേദിയുടെ ക്യാപിറ്റൽ സുക്തിമതിയാണ്. ചേദി മോഡേൺ ജയ്പൂർ രാജസ്ഥാനിലാണ് ചേദി ലൊക്കേറ്റ് ചെയ്യുന്നത്. അടുത്തത് വത്സയുടെ ക്യാപിറ്റൽ കൗസുംബി ആയിരുന്നു. കൗസുംബി ഇന്നത്തെ പ്രയാഗ്രാജ് അഥവാ അലഹബാദിലാണ്. യുപിയിലെ അലഹബാദ് അഥവാ പ്രയാഗ്രാജാണ് കൗസുംബി എന്നറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അടുത്തത് കുരു എന്ന് പറയുന്നത് ഇന്ദ്രപ്രസ്ഥയായിരുന്നു ക്യാപിറ്റൽ. ഇന്നത്തെ മീററ്റ് ഹരിയാന റീജിയൻസിലാണ് നമുക്ക് കുരു സാമ്രാജ്യം നിലവിലിരുന്നത്. അടുത്തത് പാഞ്ചാലയുടെ ക്യാപിറ്റൽ കാംബ്ലിയ അഥവാ അക്കിച്ചത്ര ആണ്. അതിൻ്റെ ഉത്തർപ്രദേശിൻ്റെ വെസ്റ്റേൺ സൈഡിലായിട്ടാണ് നമുക്ക് പാഞ്ചാല രാജ്യം ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മത്സ്യ രാജ്യം വിരാട് നഗർ ആണ്. ഇന്നത്തെ ജയ്പൂരിൽ തന്നെയാണ്, രാജസ്ഥാനിൽ തന്നെയാണ് മത്സ്യ രാജ്യം ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തത് സുരസേനാസ് ഓഫ് മധുര ഉത്തർപ്രദേശിൻ്റെ വെസ്റ്റേൺ റീജിയനിലായിട്ടാണ് നമുക്ക് മധുര ഇന്നും കാണാൻ സാധിക്കും. അടുത്തത് അസമാഗ അഥവാ പൈത്താൻ ക്യാപിറ്റൽ ബാങ്ക് ഓഫ് ഗോദാവരി. അസമാഗ മറക്കാതിരിക്കുക, സൗത്ത് ഇന്ത്യയിൽ ഗോദാവരി റിവറിനും നർമ്മദ റിവറിനും ഇടയിൽ ലൊക്കേറ്റ് ചെയ്തിരുന്ന ഒരേ ഒരു മഹാജനപതിയായിരുന്നു അസമാഗ. സൗത്ത് ഇന്ത്യയിൽ കാണപ്പെട്ട അഥവാ നർമ്മദ റിവറിന് സൗത്തിലേക്ക് കാണപ്പെടുന്ന ഒരേ ഒരു മഹാജനപതിയാണ് അസമാഗ. അവരുടെ ക്യാപിറ്റൽ മറക്കാതിരിക്കുക പൈത്താൻ. അടുത്തത് ആവന്തിയുടെ ക്യാപിറ്റൽ ഉജ്ജയിൻ അല്ലെ, കാളിദാസിന്റെ ഫേമസ് സീറ്റ് ആയിരുന്നു ഉജ്ജയിൻ. ആവന്തി ഇന്നത്തെ മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ മാൽവ പ്ലേറ്റോയിലാണ് ആവന്തി ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഗാന്ധാര തക്സിലയാണ്. നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലാണ്, ഇന്നത്തെ പാകിസ്ഥാൻ റീജിയനിലാണ് ഗാന്ധാര ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ റാവൽപിണ്ടിയാണ് ഗാന്ധാര എന്നറിയപ്പെട്ടുകൊണ്ടിരുന്നത്. കംബോജയുടെ ക്യാപിറ്റലാണ് ഖത്തക് എന്ന് പറയുന്നത് കംബോജയുടെ ക്യാപിറ്റൽ. കാശ്മീർ ആൻഡ് ഹിന്ദുക്കുഷ് റീജിയനിലാണ് കംബോജ ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഖത്തക് അഥവാ പൂഞ്ച് എന്ന് നമ്മൾ കംബോജയുടെ ക്യാപിറ്റൽ പറയാറുണ്ട് കേട്ടോ. പൂഞ്ച് റീജിയൻ, കംബോജയുടെ ക്യാപിറ്റൽ ഖത്തക്കാണ് ക്യാപിറ്റൽ വരുന്നത്. ഇന്നത്തെ കാശ്മീർ ഹിന്ദുക്കുഷ് റീജിയനിൽ, ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ കാശ്മീരിലായിട്ടാണ് കംബോജ ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ 16 മഹാജനപദങ്ങളും അതേപോലെ തന്നെ എൻ്റെ ക്യാപിറ്റൽസും ചില മഹാജനപദങ്ങളുടെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നോക്കി വെച്ചു, എന്തായാലും പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും. Who among the following was defeated by Mauryan Emperor ചന്ദ്രഗുപ്ത മൗര്യ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കണ്ടംപററി ആയിരുന്ന ഗ്രീക്ക് ജനറലായിരുന്നു സെലൂക്കസ് നിക്കേതറിനെയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ പരാജയപ്പെടുത്തിയായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കെസാൻഡർ, സെലൂക്കസ് നിക്കേതർ, ആൻറ്റിജൻസ്, ടോളമി ഇവരെല്ലാം തന്നെയും അലക്സാണ്ടറിൻ്റെ ജനറൽസ് തന്നെയായിരുന്നു. എന്നിരുന്നാലും ഇന്ത്യയുടെ ചുമതല സെലൂക്കസ് നിക്കേതറിനായിരുന്നു. ഇന്ത്യ ചുമതല മീൻസ് ഇൻഡസിൻ്റെ ഈസ്റ്റിലേക്കുള്ള പ്രദേശങ്ങൾ സെലൂക്കസ് നിക്കേതറിൻ്റെ കൺട്രോളിലായിരുന്നു. സെലൂക്കസ് നിക്കേതർ ചന്ദ്രഗുപ്ത മൗര്യനുമായിട്ടാണ് യുദ്ധം നടന്നുകൊണ്ടിരുന്നത്. ഇതേ സെലൂക്കസ് നിക്കേതർ തന്നെയാണ് മെഗസ്തനീസിനെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കോർട്ടിലേക്ക് അംബാസിഡറായിട്ട് അയച്ചതും. മെഗസ്തനീസിൻ്റെ ഇന്ത്യക്കയിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹൂ റോട്ട് ദ മൗര്യൻ പീരിയഡ് ബുക്ക് അർത്ഥശാസ്ത്രം? അർത്ഥശാസ്ത്രത്തെക്കുറിച്ച് എല്ലാ ഇന്ത്യക്കാർക്കും അറിയാവുന്നൊരു ബുക്കാണ്. അർത്ഥശാസ്ത്രം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന പേരാണ് ചാണക്യൻ്റെ സഹായത്തോടുകൂടിയാണ് ചന്ദ്രഗുപ്ത മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അപ്പോൾ ചാണക്യൻ എഴുതിയ ബുക്കാണ് അർത്ഥശാസ്ത്രം. പക്ഷെ ഓപ്ഷനിൽ നിന്ന് ചാണക്യൻ കാണുന്നില്ല. അപ്പോൾ ഓർക്കുക, വിഷ്ണുഗുപ്ത, ചാണക്യൻ്റെ ഒറിജിനൽ നെയിമാണ് വിഷ്ണുഗുപ്ത. അപ്പോൾ ചാണക്യൻ്റെ പേര് തന്നെയാണത് വിഷ്ണുഗുപ്ത, കൗഡല്യൻ എന്നൊക്കെ ചാണക്യൻ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ചാണക്യൻ അഥവാ വിഷ്ണുഗുപ്തൻ എഴുതിയ ബുക്കാണ് അർത്ഥശാസ്ത്രം. മറക്കാതിരിക്കുക. ഹൂ റോട്ട് ദ മൗര്യൻ പീരിയഡ് ബുക്ക് അർത്ഥശാസ്ത്ര വാസ് റിട്ടൺ ബൈ ചാണക്യ. ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന ബാക്കി പേഴ്സണാലിറ്റീസ് നോക്കാം. ബിന്ദുസാരനെ നമുക്കറിയാം, അശോകന്റെ അച്ഛനാണ്, ചന്ദ്രഗുപ്ത മൗര്യന്റെ മകനാണ്. ചന്ദ്രഗുപ്ത മൗര്യനെ നമുക്കറിയാം, ദ ഫൗണ്ടർ ഓഫ് മൗര്യൻ ഡൈനാസ്റ്റി. ഭാനുഗുപ്ത എന്ന് പറയുന്ന ഒരു ഗുപ്ത റൂളർ ആയിരുന്നു. ഭാനുഗുപ്തന്റെ ഫേമസ് ആയ ഇൻസ്ക്രിപ്ഷനാണ് ഏറൻ പില്ലർ ഇൻസ്ക്രിപ്ഷൻ മധ്യപ്രദേശിലാണ്. ഈ ഏറൻ പില്ലർ ഇൻസ്ക്രിപ്ഷനിലാണ് ഫസ്റ്റ് എപ്പിഗ്രാഫിക് എവിഡൻസ് ഓൺ സതി പ്രാക്ടീസ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ആദ്യത്തെ എപ്പിഗ്രാഫിക് എവിഡൻസ് നമുക്ക് ലഭിക്കുന്നത് ഏറൻ പില്ലർ ഇൻസ്ക്രിപ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഭാനുഗുപ്തൻ നോട്ട് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോസാല മഹാജനപദ ഈസ് എ പാർട്ട് ഓഫ് മോഡേൺ ഡേ. നമ്മളെല്ലാ മഹാജനപദങ്ങളും അതിൻ്റെ ക്യാപിറ്റൽസും അതിൻ്റെ പ്രസന്റ് ലൊക്കേഷൻ നമ്മൾ കണ്ടതാണ്. സോ കോസാല ഈസ് എ പാർട്ട് ഓഫ് ഉത്തർപ്രദേശ്. ക്വസ്റ്റ്യൻ, ഹു among the following Mauryan rulers conquered കലിംഗ? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അശോക BC 261 അശോക മഹാരാജാവ് കലിംഗം പിടിച്ചെടുക്കുന്നു. ആ സമയത്ത് അശോക മഹാരാജാവ് കലിംഗത്തിലെ അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞ രാജാവുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഓർത്തിരിക്കുക, അശോകന്റെ കണ്ടംപററി ആയിട്ട് കലിംഗത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന രാജാവിന്റെ പേരാണ് അനന്തപത്മനാഭൻ. അനന്തപത്മനാഭനുമായിട്ടാണ് അശോകൻ കലിംഗ യുദ്ധം നടത്തുന്നത്. ചന്ദ്രഗുപ്ത മൗര്യ ഓവർത്രൂ ദ നന്ദ ഡൈനാസ്റ്റി ഓഫ് മഗധ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്കന്ദഗുപ്ത, ചന്ദ്രഗുപ്ത സെക്കൻഡ്, വിഷ്ണുഗുപ്ത, സമുദ്രഗുപ്ത. ഓക്കെ,
ഇവിടെ നോക്കുക, സ്കന്ദഗുപ്ത, ചന്ദ്രഗുപ്ത സെക്കൻഡ്, സമുദ്രഗുപ്ത, ഈ 3 രാജാക്കന്മാരും ഗുപ്ത ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാരാണ്. വിഷ്ണുഗുപ്തയുടെ ഓൾറെഡി നമ്മൾ പേര് കണ്ടതാണ്, ചാണക്യന്റെ ഒറിജിനൽ നെയിമാണ് വിഷ്ണുഗുപ്തൻ. ചാണക്യന്റെ സഹായത്തോടുകൂടിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ നന്ദ ഡൈനാസ്റ്റിയിലെ അവസാനത്തെ രാജാവിനായ ധനനന്ദയെ പരാജയപ്പെടുത്തി സാമ്രാജ്യം പിടിച്ചെടുക്കുന്നത്. ഓർത്തിരിക്കുക, ഇവിടുന്ന് വീണ്ടും ചോദ്യം വരാം. നന്ദ ഡൈനാസ്റ്റിയിലെ അവസാനത്തെ രാജാവായിരുന്നു ധനനന്ദയെ പരാജയപ്പെടുത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ആരുടെ സഹായത്തോടുകൂടി, ചാണക്യന്റെ അഥവാ വിഷ്ണുഗുപ്തന്റെ സഹായത്തോടുകൂടി മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഈ ക്വസ്റ്റിനെ പറഞ്ഞ പേഴ്സണാലിറ്റീസ് ഒക്കെ നോക്കുക. സ്കന്ദഗുപ്ത, ചന്ദ്രഗുപ്ത സെക്കൻഡ്, സമുദ്രഗുപ്ത, 3 പേഴ്സണാലിറ്റീസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കന്ദഗുപ്ത ഈസ് ഫേമസ് ഫോർ ബിത്താരി പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, ഓൾറെഡി ഭാനുഗുപ്തന്റെ ഏറാൻ പില്ലർ ഇൻസ്ക്രിപ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത സ്കന്ദഗുപ്തന്റെ ഇൻസ്ക്രിപ്ഷൻ ആയിരുന്നു ബിത്താരി പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ബിത്താരി എന്ന് പറയുന്നത് യുപിയിലെ ഒരു സ്ഥലമാണ്. ബിത്താരി ഇൻ യുപി. ബിത്താരി പില്ലർ ഇൻസ്ക്രിപ്ഷൻ gives us information about the defeat of Hunas by Guptas. ഹൂണന്മാരെ ഗുപ്തന്മാർ പരാജയപ്പെടുത്തിയ കഥ പറയുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ്, ഹിസ്റ്ററി പറയുന്ന ഇൻസ്ക്രിപ്ഷൻ ആണ് ബിത്താരി പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ബിത്താരി പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആരുടെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം, എവിടെയാണെന്ന് ചോദിക്കാം. അതേപോലെ തന്നെ ചന്ദ്രഗുപ്ത സെക്കൻഡ്, വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ഗുപ്ത റൂളറാണ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ ഇൻസ്ക്രിപ്ഷൻ ആണ് മെഹ്റൗലി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഓർ ഡൽഹി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, ഡൽഹിയിലെ മെഹ്റൗലിയിലുള്ള അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ മറക്കാതിരിക്കുക. അല്ലെ, ഇന്നും നമുക്കൊരു ആർക്കിടെക്ചറൽ വിസ്മയമായിട്ട് നിൽക്കുകയാണ്. അത് തുരുമ്പ് പിടിച്ചിട്ടേ ഇല്ല. തുരുമ്പ് പിടിക്കാത്ത ഒരു കാസ്റ്റിംഗ് കൊണ്ടാണ് ആ അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം മെഹ്റൗലി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ അഥവാ ഡൽഹി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണ്. അടുത്തത് സമുദ്രഗുപ്തന്റെ ഇൻസ്ക്രിപ്ഷൻ ആണ് പ്രയാഗ് പ്രശസ്തി. ഇന്നത്തെ പ്രയാഗ്രാജ് അഥവാ അലഹബാദിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. സമുദ്രഗുപ്തന്റെ കോർട്ട് പോയറ്റ് ആയിരുന്ന ഹരിസേന എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ പ്രയാഗ് പ്രശസ്തി അഥവാ അലഹബാദ് ഇൻസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നത്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് വേദാസ് വാസ് ദസരഞ്ജ വാർ, ദ വാർ ഓഫ് 10 kings മെൻഷൻഡ്? യജുർവേദ, സാമവേദ, ഋഗ്വേദ, അഥർവവേദ. ഏറ്റവും ഓൾഡസ്റ്റ് വേദയായ ഋഗ്വേദത്തിലാണ് ബാറ്റിൽ ഓഫ് ദസറഞ്ജാസ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ബാറ്റിൽ ഓഫ് ദസറഞ്ജ നടക്കുന്നത് ഇന്നത്തെ രവിയുടെ ഏൻഷ്യന്റ് പേര് പരുഷ്ണി റിവർ എന്നാണ്. പരുഷ്ണി റിവർ അഥവാ രവി റിവറിന്റെ തീരത്താണ് ബാറ്റിൽ ഓഫ് ദസറഞ്ജാസ് നടക്കുന്നത്. ഋഗ്വേദത്തിന്റെ 7th മണ്ഡലത്തിലാണ് ബാറ്റിൽ ഓഫ് ദസറഞ്ജാസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ബാറ്റിൽ ഓഫ് ദസറഞ്ജാസ് എന്ന് പറയുന്നത് 10 ട്രൈബൽ കിങ്സും അതേപോലെ തന്നെ ഭരത ക്ലാനിൽ പെടുന്ന സുധ എന്ന് പറഞ്ഞ കിങ്സും തമ്മിൽ നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ദസറഞ്ജാസ്. ഈ യുദ്ധത്തിൽ ഭരത ക്ലാൻ വിജയിക്കുന്നു. ആ ബാറ്റിൽ ഓഫ് ദസറഞ്ജാസിന് ശേഷമാണ് ഇന്ത്യയിൽ ഭരതവർഷം ആരംഭിക്കുന്നത്. അപ്പോൾ ബാറ്റിൽ ഓഫ് ദസറഞ്ജാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖലയാണ് ബാറ്റിൽ ഓഫ് ദസറഞ്ജാസ്. മെൻഷൻ ചെയ്തിരിക്കുന്ന ബുക്ക് ഏർലിയസ്റ്റ് വേദിക് ബുക്കായ ഋഗ്വേദ. നടന്ന സ്ഥലം രവി റിവർ അഥവാ പരുഷ്ണി റിവറിന്റെ തീരത്താണ് നടന്നത്. ആരൊക്കെ തമ്മിൽ? ദാറ്റ് ഈസ് സുദാസ് ഓഫ് ഭരത ക്ലാൻ ആൻഡ് 10 ട്രൈബൽ കിങ്സ് തമ്മിൽ നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ദസറഞ്ജാസ്. ആര് വിജയിച്ചു? സുദാസ് ഓഫ് ഭരത ക്ലാൻ വിജയിച്ചു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷമാണ് ഇന്ത്യയിൽ ഭരതവർഷം ആരംഭിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കിപ്പോകാം. യജുർവേദത്തിന്റെ പ്രത്യേകത പദ്യത്തിലും ഗദ്യത്തിലും വന്ന, പ്രോസിലും ലിറ്ററേച്ചറിലും വന്ന ആദ്യത്തെ വേദമാണ് യജുർവേദം. ബ്ലാക്ക് യജുർവേദ എന്നും വൈറ്റ് യജുർവേദ എന്നും 2 വേർഷൻ യജുർവേദത്തിലുണ്ട്. സാമവേദം ഇസ് നോൺ ആസ് ദ സോഴ്സ് ഓഫ് ഇന്ത്യൻ മ്യൂസിക്. ഇന്ത്യൻ സംഗീതത്തിന്റെ സോഴ്സ് എന്നറിയപ്പെടുന്നതാണ് ഗന്ധർവവേദം അഥവാ സാമവേദത്തിന്റെ മജോറിറ്റി ഏരിയയും കടന്നുകൊണ്ടിരിക്കുന്നത് ഋഗ്വേദത്തിൽ നിന്ന് തന്നെയാണ്. ഋഗ്വേദം നമ്മൾ ഡിസ്കസ് ചെയ്തു. സാൻസ്ക്രിറ്റ് ഭാഷയിൽ വന്ന ആദ്യത്തെ ബുക്കാണ് ഋഗ്വേദം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ബുക്കാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. അഥർവവേദത്തിന്റെ പ്രത്യേകത നോൺ ആര്യൻസിനാൽ എഴുതപ്പെട്ടു എന്ന് ചില ഹിസ്റ്റോറിയൻസ് പറയുന്ന ബുക്കാണ് അഥർവവേദം. അഥർവവേദത്തിനകത്താണ് ബ്ലാക്ക് മാജിക്കിനെ സംബന്ധിച്ചും യുദ്ധത്തിനെ സംബന്ധിച്ചും പരാമർശം നടത്തിയിരിക്കുന്നത്. According to Kaudalya Satrashastra, the commanding officer of the cavalry in the Mauryan administration was known as, cavalry എന്ന് പറഞ്ഞാൽ കുതിരപ്പടയാണ്. അപ്പോൾ കുതിരപ്പടയുടെ ഓഫീസറായിരുന്നു അശ്വാധ്യക്ഷ. എന്ന് പറഞ്ഞ കുതിരയാണല്ലോ. അപ്പം അശ്വാധ്യക്ഷ എന്ന് പറഞ്ഞ വ്യക്തിയാണ് കുതിരപ്പടയുടെ അധ്യക്ഷനായിരുന്നത് അഥവാ ജനറൽ ആയിട്ടിരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഈ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസിൽ പറയുന്ന മറ്റ് ഓപ്ഷൻസ് സംബന്ധിച്ച് നമുക്ക് നോക്കിയാലോ. ഒന്ന് രഥാധ്യക്ഷ. രഥം എന്ന് പറഞ്ഞാൽ തേര് അഥവാ ഷാരിയറ്റ് എന്ന അർത്ഥം. സോ രഥാധ്യക്ഷ, ദാറ്റ് ഈസ് കമാൻഡർ ഓഫ് ചാരിയറ്റ്. നെക്സ്റ്റ് ഹസ്ത്യാധ്യക്ഷ. ഹസ്ത്യ എന്ന് പറഞ്ഞാൽ ആനപ്പടയുടെ കമാൻഡറാണ് ഹസ്ത്യാധ്യക്ഷ എന്നറിയപ്പെടുന്നത്, കമാൻഡർ ഓഫ് എലഫന്റ് ഫോഴ്സ്.
അടുത്തത് പട്യാധ്യക്ഷ. പട്യാധ്യക്ഷ ഈസ് നോൺ ആസ് ദ കമാൻഡർ ഓഫ് ഇൻഫാൻട്രി. കാലാൾപ്പടയുടെ അധ്യക്ഷനായിരുന്നു, കമാൻഡർ ആയിരുന്നു പട്യാധ്യക്ഷ. അപ്പോൾ ഈ ടേംസ് ഓർത്തിരിക്കുക: രഥാധ്യക്ഷ, ഹസ്ത്യാധ്യക്ഷ ആൻഡ് പട്യാധ്യക്ഷ. ഇൻ ദ ലേറ്റർ വേദിക് പീരിയഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വർണ്ണാസ് മെയിൻലി ഡിഡ് ഫാമിംഗ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ട്രേഡ്. നമുക്കറിയാം ലേറ്റർ വേദിക് പീരിയഡിൽ പ്രധാനമായിട്ടും 4 വർണ്ണങ്ങൾ നിലനിന്നിരുന്നത്: ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. ഇതിൽ ട്രേഡ് സംബന്ധമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് വൈശ്യന്മാരാണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ഷത്രിയാസ് നമുക്കറിയാം, ക്ഷത്രിയാസ് ജനറൽസ് ആയിരുന്നു, രാജാക്കന്മാരായിരുന്നു. അതേപോലെ തന്നെ ബ്രാഹ്മിൻ, അവർ റിലീജിയസ് ആക്ടിവിറ്റീസ് ആണ്, പ്രീസ്റ്റ് ക്ലാസ് ആണ് ബ്രാഹ്മിൻ ക്ലാസ് അറിയപ്പെടുന്നത്. ശൂദ്രാസ് അഗ്രികൾച്ചറൽ ലേബേഴ്സ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നു. വൈശ്യാസ് ആണ് ട്രേഡും ഫാമിങ്ങും ആനിമൽ ഹസ്ബൻഡറി നടത്തിക്കൊണ്ടിരുന്ന വൈശ്യാസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കുഷാന റൂളർ വാസ് ഫേമസ് ഇൻ ഹിസ്റ്ററി ആസ് എ ഗ്രേറ്റ് പാട്രൺ ഓഫ് ബുദ്ധിസം ആൻഡ് ഓർഗനൈസ്ഡ് 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ? 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തിയ കുഷാന റൂളർ ആരാണ്? ഗ്രേറ്റസ്റ്റ് കുഷാന റൂളർ ആയിരുന്ന, ബുദ്ധിസത്തിന്റെ പ്രൊമോട്ടർ ആയിരുന്ന കനിഷ്കനായിരുന്നു ഓപ്ഷനായിട്ട് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി കനിഷ്കനാണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഓർത്തിരിക്കുക, കനിഷ്ക വാസ് എ പ്രൊമോട്ടർ ഓഫ് മഹായാന ബുദ്ധിസം. അതേസമയം അശോക വാസ് എ പ്രൊമോട്ടർ ഓഫ് ഹീനയാന ഫോം ഓഫ് ബുദ്ധിസവും. ഈ കാര്യവും മറക്കാതെ ഓർത്തിരിക്കുക. SSCയുടെ സ്ഥിരമായി നടത്തുന്ന പരീക്ഷകളിൽ ഏൻഷ്യന്റ് ഇന്ത്യയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, ക്വസ്റ്റ്യൻ വരെ 100% ഉറപ്പിക്കാൻ വരുന്ന ഒരു മേഖലയായിരുന്നു മഹാജനപദാസ്, അതിന്റെ ക്യാപിറ്റൽസ്, അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ പ്രസന്റ് ലൊക്കേഷൻ. അതേപോലെ തന്നെ SSCയുടെ പരീക്ഷയിൽ സ്ഥിരമായി ക്വസ്റ്റ്യൻ വരുന്ന, റിപ്പീറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു മേഖലയാണ് ബുദ്ധിസ്റ്റ് കൗൺസിൽസ്. മറക്കാതിരിക്കുക, 4 ബുദ്ധിസ്റ്റ് കൗൺസിൽസ് ആണ് നടന്നിരിക്കുന്നത്. ഈ ബുദ്ധിസ്റ്റ് കൗൺസിൽസും അത് പ്രൊമോട്ട് ചെയ്ത രാജാക്കന്മാർ, അതിൻ്റെ അധ്യക്ഷന്മാരായിരുന്ന വ്യക്തികൾ, അത് നടന്ന സ്ഥലങ്ങൾ, അതേപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതകൾ എന്നിവയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബുദ്ധിസ്റ്റ് കൗൺസിൽ ഫസ്റ്റ് കൗൺസിൽ മീറ്റിംഗ് നടക്കുന്നത് 486 BC-യിലാണ്. ഇത് 486 BC-യിൽ നിന്ന് കാണാം, ചിലടത്ത് ഇത് 483 BC-യിൽ നിന്ന് കാണാം. അപ്പം വർഷങ്ങൾ 486 വന്നാൽ 483 വന്നാൽ ഓക്കെയാണ് കേട്ടോ. അപ്പം 486 BC 483 BC-യിലാണ് ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്, ജസ്റ്റ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ബുദ്ധ. ഈ കൗൺസിൽ പ്രിസൈഡ് ചെയ്യുന്ന വ്യക്തി മഹാകാശ്യപനാണ്. ബുദ്ധന്റെ ഏറ്റവും അറിവുള്ള ഡിസൈപ്പിൾ എന്നറിയപ്പെടുന്ന മഹാകാശ്യപനാണ് ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ പ്രിസൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് രാജ്ഗൃഹയാണ്. ഹരിയങ്ക ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റലായിരുന്നു രാജ്ഗൃഹ. രാജ്ഗൃഹയിലാണ് ഫസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. ആ സമയത്ത് രാജാവ് അജാത ശത്രുവായിരുന്നു. അദ്ദേഹം ഹരിയങ്ക ഡൈനാസ്റ്റിയിൽപ്പെട്ട വ്യക്തിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡൈനാസ്റ്റി ആയിരുന്നു ഹരിയങ്ക ഡൈനാസ്റ്റി. അതിന്റെ ഫൗണ്ടറായ ബിംബിസാരന്റെ മകനാണ് അജാതശത്രു. ഇതിന്റെ പ്രത്യേകത, ഈ കൗൺസിൽ വെച്ചിട്ടാണ് ബുദ്ധിസത്തിന്റെ 2 ഹോളി ബുക്സ്, വിനയപീഠകയും ശുദ്ധപീഠകയും എഴുതപ്പെട്ടത്. ത്രിപീഠകാസ്, 3 പീഠകങ്ങളാണ് ബുദ്ധിസത്തിന്റെ ഹോളി ബുക്സ് ആയി അറിയപ്പെടുന്നത്: വിനയപീഠക, ശുദ്ധപീഠക ആൻഡ് അഭിധമ്മ പീഠക. അതിൽ വിനയപീഠകയും ശുദ്ധപീഠകയും എഴുതപ്പെടുന്നത് ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ വെച്ച് തന്നെയാണ്. നെക്സ്റ്റ് കൗൺസിൽ നടക്കുന്നത് 383 BC-യിലാണ് നടക്കുന്നത്. നമുക്ക് വൈശാലിയിലാണ്. വൈശാലി എന്ന് പറഞ്ഞ ആ സമയത്തെ ശുശുനാഗ ഡൈനാസ്റ്റിയുടെ പ്രദേശമായിരുന്നു വൈശാലി. അവിടുത്തെ രാജാവായിരുന്നു കാലശോകൻ. അശോകനല്ല, കാലശോകൻ. ഇന്ത്യയിലെ 2ാമത്തെ ഡൈനാസ്റ്റിയായ, അഥവാ UP-യിലെ നോർത്ത് ഇന്ത്യയിലെ 2ാമത്തെ ഡൈനാസ്റ്റിയായ ശുശുനാഗ ഡൈനാസ്റ്റിയുടെ 2ാമത്തെ റൂളറായിരുന്നു കാലശോകൻ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. അത് പ്രിസൈഡ് ചെയ്യുന്നത് കാമിനി അഥവാ സഭാകാമി എന്ന് പറയുന്ന വ്യക്തിയാണ്. സർവകാമിനി അഥവാ സഭാകാമി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് പ്രിസൈഡ് ചെയ്യുന്നത്. ഈ കൗൺസിൽ വെച്ചിട്ടാണ് ബുദ്ധിസത്തിൽ ആദ്യത്തെ പിളർപ്പ് ഉണ്ടാകുന്നത്. തേരാവാദാസ് ആൻഡ് മഹാസാംഗികാസ് എന്ന് പറയുന്ന 2 വിഭാഗമായിട്ട് ആദ്യമായിട്ട് ബുദ്ധിസം സ്പ്ലിറ്റ് ചെയ്യുന്നത് സെക്കൻഡ് കൗൺസിൽ വെച്ചിട്ടാണ്. അടുത്തത് തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ. തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് അശോക മഹാരാജാവിന്റെ കാലഘട്ടത്തിലാണ്. അത് നടക്കുന്ന സ്ഥലം പാടലിപുത്രം, അശോകന്റെ ക്യാപിറ്റലായ പാടലിപുത്രത്തിലാണ് നടക്കുന്നത്. അത് പ്രിസൈഡ് ചെയ്യുന്നത് മുഗാലിപുത്ര ടിസ എന്ന് പറയുന്ന ബുദ്ധ സന്യാസിയാണ്. മുഗാലിപുത്ര ടിസയാണ് അശോകനെ ബുദ്ധമതത്തിലേക്ക് കൺവേർട്ട് ചെയ്തത്. അശോകൻ നമുക്കറിയാം മൗര്യ സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്നു അശോക ദ ഗ്രേറ്റ്. അപ്പം തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്ന വർഷം കണ്ടു 250 BC. രാജാവിനെ കണ്ടു അശോക, പ്രിസൈഡ് ചെയ്ത ഓഫീസിലെ കണ്ടു മുഗാലിപുത്ര ടിസ. അശോകനെ ബുദ്ധമതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത ഇദ്ദേഹമാണ്. സ്ഥലം കണ്ടു പാടലിപുത്ര. ഇവിടെ വെച്ചാണ് ബുദ്ധമതത്തിന്റെ 3ാമത്തെ പീഠകമായ അഭിധമ്മ പീഠക എഴുതപ്പെടുന്നത്. ബുദ്ധമതത്തിന്റെ 3 പീഠകങ്ങൾ നമ്മൾ കണ്ടു. ശുദ്ധപീഠകയും വിനയപീഠകയും ഫസ്റ്റ് കൗൺസിലിൽ വെച്ച് എഴുതപ്പെട്ടു. തേർഡ് പീഠകയായ അഭിധമ്മ പീഠക എഴുതപ്പെടുന്നത് തേർഡ് കൗൺസിൽ വെച്ചിട്ടാണ്. അടുത്തത് ഫോർത്ത് കൗൺസിൽ. ഫോർത്ത് കൗൺസിൽ നടക്കുന്നത് 1st സെഞ്ചുറി AD-യിലാണ്. അതായിരുന്നു നമ്മുടെ ചോദ്യം. ആ സമയത്ത് രാജാവ് കനിഷ്കയാണ്. കുഷാന ഡൈനാസ്റ്റിയുടെ പ്രമുഖ റൂളറായിരുന്നു കനിഷ്ക. ഓക്കെ, പ്രിസൈഡ് ചെയ്യുന്ന വസുമിത്രയാണ്, അസിസ്റ്റഡ് ബൈ അശ്വഘോഷ. വസുമിത്രയെ അസിസ്റ്റ് ചെയ്ത വ്യക്തിയാണ് അശ്വഘോഷ. ഒക്കെ മറക്കാതിരിക്കുക. അശ്വഘോഷയും ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്.
സ്ഥലം നടക്കുന്നത് കുണ്ടലവന ഇൻ കാശ്മീർ. കാശ്മീരിലെ കുണ്ടലവനയിലാണ് ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. ഈ ഫോർത്ത് കൗൺസിൽ വെച്ചിട്ടാണ് ബുദ്ധമതത്തിൽ ഹീനയാനിസവും മഹായാനിസവും എന്ന് പറയുന്ന രണ്ട് വിഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അശോക രാജാവ് ഹീനയാനിസത്തിന്റെ പ്രൊമോട്ടർ ആയിരുന്നെങ്കിൽ കനിഷ്കൻ മഹായാനിസത്തിന്റെ പ്രൊമോട്ടർ ആയിരുന്നു. ദ മെയിൻ ചീഫ് സോഷ്യൽ യൂണിറ്റ് ഓഫ് ദി ആര്യൻ സോഴ്സ് രാജൻ പരിഷത്ത് ഗണ ജന. ആൻസർ വന്നിരിക്കുന്നത് ജനയാണ്. ഓക്കെ, ഋഗ്വേദിക് സൊസൈറ്റി അഥവാ ഏർലി വേദിക് പീരീഡിൽ നമുക്ക് സൊസൈറ്റിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സോഷ്യൽ ഓർഗനൈസേഷൻസ് നോക്കി പോകാം. മെയിൻ ഏറ്റവും ഫൗണ്ടേഷൻ അഥവാ എന്ന് പറയുന്നത് അഥവാ ബേസ് സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഗ്രാമയായിരുന്നു. പല ഗ്രാമങ്ങൾ കൂടിച്ചേർന്നിട്ട് വിസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ടാകും. പല വിസുകൾ കൂടിച്ചേർന്നിട്ടാണ് ജന ഉണ്ടാകുന്നത്. ഗ്രാമത്തിൻ്റെ ഹെഡായിരുന്നു ഗ്രാമണി എന്ന് പറയുന്ന വ്യക്തി. ഗ്രാമണി വില്ലേജ് ഹെഡ്മാൻ. വിസിൻ്റെ ഹെഡായിരുന്നു വിഷയപതി അഥവാ വിസ്പതി എന്നറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ജനയുടെ ഹെഡായിരുന്നു രാജൻ എന്നറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, ഇത് എല്ലാമാണ് പ്രധാനപ്പെട്ട സോഷ്യൽ യൂണിറ്റ്സ്. ഇതുകൂടാതെ സഭ, സമിതി, വിധാത, ഗണ എന്ന് പറയുന്ന സോഷ്യൽ ഓർഗനൈസേഷൻസും ഉണ്ടായിരുന്നു. ഇതിൽ വിധാത ആണ് ഓൾഡസ്റ്റ് സോഷ്യൽ ഓർഗനൈസേഷൻ. ഗണയാണെങ്കിൽ റിപ്പബ്ലിക്കൻ ക്യാരക്ടറിനെ കാണിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സഭയും സമിതിയും ഉണ്ടായിരുന്നു. സഭ എന്ന് പറയുന്നത് അത് റെസൊല്യൂഷൻസ് പാസ്സാക്കിയിരുന്ന പ്രദേശമാണ് സഭ. നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി റെസൊല്യൂഷൻസ് പാസ്സാക്കിയ പ്രദേശമാണ് സഭ. സമിതിയാണ് രാജാവിനെ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത്. രാജാവ് ആ സമയത്ത് ഇലക്റ്റഡ് പേഴ്സൺ ആയിരുന്നു. Question: which of the four Vedas contains a collection of magic spells and charms to fend off evil spirits and diseases? 4 വേദങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, അഥർവ വേദ. Iron Age is so named because during this time iron mostly replaced dash in implements and weapons beginning in the Middle East and Southeastern Europe. അല്ലെ, സ്റ്റോൺ ഏജിന് ശേഷം നമ്മൾ കാണുന്നത് കോപ്പർ ഏജ് ആണ്, കാൽക്കോളിറ്റി പീരീഡ്. ഇന്ത്യയിലാണെങ്കിൽ ബ്രോൺസ് ഏജ് കാണുന്നുണ്ട്. അതിനുശേഷമാണ് അയൺ ഏജ് വരുന്നത്. അയൺ ഏജ് ഈസ് സോ നെയിംഡ് ബിക്കോസ് ഡ്യൂറിംഗ് ദിസ് ടൈം അയൺ മോസ്റ്റ്ലി റീപ്ലേസ്ഡ് ബൈ ബ്രോൺസ്. ബ്രോൺസ് ഈസ് അലോയ് ഓഫ് കോപ്പർ ആൻഡ് ടിൻ അല്ലേ. അപ്പം ബ്രോൺസിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് അയൺ ഏജ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, ദ മൗര്യൻ പില്ലർ ക്യാപിറ്റൽ ഫൗണ്ട് അറ്റ് ഡാഷ് ഈസ് പോപ്പുലർലി നോൺ ആസ് ദി ലയൺ ക്യാപിറ്റൽ. ഇന്ത്യയുടെ ലയൺ ക്യാപിറ്റൽ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ദാറ്റ് ഈസ് സാരാനാഥിലുള്ള മൗര്യൻ ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ്, മൗര്യൻ പില്ലറിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സാരാനാഥ് ഈസ് ഇൻ യു പിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ബാബറും ബൈറാത്തും ദാറ്റ് ഈസ് രാജസ്ഥാനിലാണ് ബാബറു ബൈറാത്ത് എഡിക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാജസ്ഥാനിൽ അതിൽ ബാബറു എന്ന് പറയുന്നത് മൈനർ റോക്ക് എഡിക്റ്റ് ആണ്. ബാബറു എഡിക്റ്റ് വന്നിരിക്കുന്നത് അത് ബ്രഹ്മി സ്ക്രിപ്റ്റിലാണ്. ബൈറാത്തിലാണ് അശോക ദ കിങ് ഓഫ് മഗധ എന്ന് അശോക ഡിക്ലെയർ ചെയ്യുന്നത്. അശോക പ്രിയദർശിനി ദ കിങ് ഓഫ് മഗധ എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് ബൈറാത്ത് എഡിക്റ്റിലാണ്. അതേപോലെ തന്നെ ബൈറാത്ത് എഡിക്റ്റ് വെച്ചിട്ടാണ് അശോകന്റെ ബുദ്ധമതത്തിലുള്ള വിശ്വാസം പൂർണ്ണമായും പ്രഖ്യാപിക്കുന്നത്. ബുദ്ധനെ ഭഗവതി എന്നാണ് അവിടെ അശോകൻ വിളിക്കുന്നത്. സാഞ്ചി സ്തൂപ നമുക്കറിയാം, സാഞ്ചി സ്തൂപ ലൊക്കേറ്റ് ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അപ്പം ബാബറു എഡിക്റ്റ്, ബൈറാത്ത് എഡിക്റ്റ്, സാഞ്ചി സ്തൂപ, സാരാനാഥ് 4 നോക്കി വെക്കുക. അശോക sent a mission to spread the principle of Dhamma led by his son Mahendra and daughter Sangamitra to Dash. ഓക്കെ, ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ ആദ്യത്തെ പാർട്ടിൽ തന്നെ നമ്മൾ കണ്ടതാണ്. ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ഏർലിയർ സ്റ്റേജിൽ നമ്മൾ കണ്ടതാണ്. അശോകൻ്റെ മകളായ സംഘമിത്രയെ അശോകൻ്റെ മകനായ മഹേന്ദ്രയെയും സിലോണിൽ ബുദ്ധിസം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ് വിറ്റത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വഗാഡക ഡൈനാസ്റ്റി വാസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു വിച്ച് ഗുപ്ത എംപറർ? ചന്ദ്രഗുപ്ത 1, ശ്രീഗുപ്ത, സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത 2. ആൻസർ വരുന്നത് ചന്ദ്രഗുപ്ത 2 ആണ്. ചന്ദ്രഗുപ്ത 2ന്റെ മകളായിരുന്ന പ്രഭാവതി ഗുപ്തയെ രുദ്രസേന എന്ന് പറയുന്ന വഗാഡക രാജാവിന് വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ ചന്ദ്രഗുപ്ത 2ന് വഗാഡക ഡൈനാസ്റ്റിയുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Who among the following was the most famous Shaka ruler who got Sudarshana Lake in Kathiyava renovated? Rudradaman 1, Maus, Rudrasimha 3, Chasthana. ഓക്കെ, ആൻസർ രുദ്രദമൻ 1 ആണ് ആൻസർ വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഇൻസ്ക്രിപ്ഷൻ ആണ് ജുനഗഡ് ഇൻസ്ക്രിപ്ഷൻ ഓർ ഗിർനാർ ഇൻസ്ക്രിപ്ഷൻ. ജുനഗഡ് ഇൻസ്ക്രിപ്ഷൻ ഓർ ഗിർനാർ ഇൻസ്ക്രിപ്ഷനിൽ ഇദ്ദേഹം ഷാഗ റൂളർ രുദ്രദമൻ 1 സുദർശന ലേക്ക് റിപ്പയർ ചെയ്തിട്ട് പറയുന്നുണ്ട്. ആരാണ് സുദർശന ലേക്ക് ഉണ്ടാക്കിയത്? ചന്ദ്രഗുപ്ത മൗര്യന്റെ മിനിസ്റ്ററായിരുന്ന പുഷ്യഗുപ്തനാണ് സുദർശന ലേക്ക് ഉണ്ടാക്കിയത്. അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യനായിരുന്നു സുദർശന ലേക്ക് ഉണ്ടാക്കുന്ന സമയത്തെ രാജാവ്. ആരായിരുന്നു? മാവൂസ്. ഷാഗ റൂളേഴ്സിന്റെ ഫൗണ്ടർ ആയിരുന്നു മാവൂസ്. ഷാഗ ഡൈനാസ്റ്റി ഉണ്ടാക്കിയ വ്യക്തിയാണ് മാവൂസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എംപറർ അശോക കോൺഗേറ്റ് കലിംഗ ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ് ഓഫ് ഹിസ് കൊറോണേഷൻ?
നമുക്കറിയാം BC 268 അശോകന്റെ കൊറോണേഷൻ നടക്കുന്നത്. BC 261 കലിംഗ് യുദ്ധം നടക്കുന്നത്. സോ അശോകന്റെ കൊറോണേഷന്റെ 8ാമത്തെ വർഷം വരുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത്. ഓർക്ക് അശോകൻ പരാജയപ്പെടുത്തിയ കലിംഗത്തിലെ രാജാവിന്റെ പേരായിരുന്നു അനന്ത പത്മനാഭൻ. അയൺ മൈൻസ് ഇൻ ജാർഖണ്ഡ് ആട്രിബ്യൂട്ട് ദി റൈസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോവിംഗ് കിങ്ഡംസ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ? കുരു, മഗധ, കാശി, കുഷാൻ. ആൻസർ മഗധയാണ്. മഹാജനപദങ്ങളിലെ ഏറ്റവും ശക്തമായ മഹാജനപദമായിരുന്നു മഗധ. ക്യാപിറ്റൽ നമുക്കറിയാം രാജ്സിർഗ അല്ലെങ്കിൽ ഗിരിവ്രജ. മഗധയുടെ ശക്തിക്ക് ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ ജാർഖണ്ഡിൽ നിന്നുള്ള അയൺ മൈൻസും അതിൽ നിന്നുണ്ടാക്കുന്ന ശക്തമായ ആയുധങ്ങളുമായിരുന്നു. അപ്പൊ ആൻസർ നമുക്ക് കിട്ടി ഓപ്ഷൻ ബി മഗധ. വാട്ട് വാസ് ദ പീരീഡ് ഓഫ് ഹർഷവർദ്ധനാസ് റെയിൻ? ഹർഷവർദ്ധനെ മറക്കാതിരിക്കുക. നോർത്ത് ഇന്ത്യയിലെ അവസാനത്തെ ഹിന്ദു എംപറർ, ഹിന്ദു ചക്രവർത്തിയായിരുന്നു ഹർഷവർദ്ധൻ എന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. ഹർഷവർദ്ധന്റെ ക്യാപിറ്റൽ കനൗജായിരുന്നു. ഹർഷവർദ്ധന്റെ അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 606 CE to 647 CE ആയിരുന്നു. പുഷ്യഭൂതി ഡൈനാസ്റ്റിയിൽപ്പെട്ട വ്യക്തിയായിരുന്നു ഹർഷവർദ്ധനൻ. ഹർഷവർദ്ധനൻ സൗത്ത് ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ഹർഷവർദ്ധനന്റെ കണ്ടംപററി ആയിട്ടുള്ള തൊട്ടടുത്തുള്ള രാജാവാണ്, നർമ്മദയ്ക്ക് താഴേക്കുള്ള രാജാവായിരുന്നു, ചാലൂക്യൻ രാജാവായിരുന്ന പുലികേശൻ സെക്കൻഡ്. എന്നാൽ പുലികേശൻ സെക്കൻഡ് ഹർഷവർദ്ധനെ പരാജയപ്പെടുത്തിയതിനെ സംബന്ധിച്ച് ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ. മറക്കാതിരിക്കുക, ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ റിട്ടൺ ബൈ രവി കീർത്തി, ദ കോർട്ട് പോയറ്റ് ഓഫ് പുലികേശൻ സെക്കൻഡ്. പുലികേശൻ സെക്കൻഡിന്റെ കോർട്ട് പോയറ്റായ രവി കീർത്തി എഴുതിയ ഒരു ഇൻസ്ക്രിപ്ഷനാണ് ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ. മറക്കാതിരിക്കുക. അതേപോലെ തന്നെ ഹർഷവർദ്ധന്റെ ഫാമിലി ലൈഫിനെ കുറിച്ച് പറയുന്ന ഇൻസ്ക്രിപ്ഷനാണ് മാൽഖേദ് ഇൻസ്ക്രിപ്ഷൻ. മറക്കാതിരിക്കുക, മാൽഖേദ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഹർഷവർദ്ധന്റെ ഫാമിലി ലൈഫിനെ കുറിച്ച് പറയുന്ന ഇൻസ്ക്രിപ്ഷൻ ആണ്. ഹർഷവർദ്ധന്റെ ബുക്കുകൾ മറക്കാതിരിക്കുക. ഹർഷവർദ്ധന്റെ ബുക്കുകൾ നമുക്ക് വരുന്നത്, ഹർഷവർദ്ധന്റെ പ്രധാനപ്പെട്ട 3 ബുക്കുകളാണ് നമുക്കുള്ളത്. ഒന്ന് 3 നാടകങ്ങളാണ് കേട്ടോ. രത്നാവലി, പ്രിയദർശിക, നാഗാനന്ദ. രത്നാവലി, പ്രിയദർശിക, നാഗാനന്ദ എന്ന് പറയുന്ന ഈ 3 നാടകങ്ങളും എഴുതിയിരിക്കുന്നത് ഹർഷവർദ്ധനാണ്. എന്നാൽ ഹർഷവർദ്ധന്റെ ചരിത്രം, ഹർഷവർദ്ധന്റെ ബയോഗ്രഫി എഴുതിയിരിക്കുന്ന വ്യക്തി അത് ഹർഷവർദ്ധന്റെ തന്നെ കോർട്ട് പോയറ്റായ ബാണഭട്ടനാണ്. ബാണഭട്ടന്റെ ബുക്കായിരുന്നു ഹർഷചരിതം. അപ്പം ഹർഷവർദ്ധന്റെ ബയോഗ്രഫിയായ ഹർഷചരിതം എഴുതിയിരിക്കുന്നത് ബാണഭട്ടനാണ്. ബാണഭട്ടന്റെ മറ്റൊരു ബുക്കുണ്ട്, മറക്കാതിരിക്കുക, കാദംബരി. ഓക്കെ, അപ്പൊ എത്രയധികം ഇൻഫർമേഷൻ എനിക്ക് തന്നു. ഹർഷയെക്കുറിച്ച്, ഹർഷയുടെ ഡൈനാസ്റ്റി നമ്മൾ കണ്ടു, ഹർഷയുടെ ക്യാപിറ്റൽ കനൗജ നമ്മൾ പറഞ്ഞു, ഹർഷന്റെ കാലഘട്ടം നമ്മൾ കണ്ടു, നോർത്ത് ഇന്ത്യയിലെ അവസാനത്തെ ഹിന്ദു എംപറാണ് ഹർഷൻ നമ്മൾ പറഞ്ഞു. ഹർഷൻ ഹിന്ദു മതത്തിലേക്ക് നിന്നും അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ബുദ്ധമതത്തിന്റെ ഒരു കൗൺസിലർക്ക് അദ്ദേഹം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്, കനൗജ് കൗൺസിൽ എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം സൗത്ത് ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിച്ചു, അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ കണ്ടംപററി രാജാവായിരുന്നു പുലികേശൻ സെക്കൻഡ്. അയാൾ ചാലൂക്യൻ രാജാവാന്ന് നമ്മൾ പറഞ്ഞു. പുലികേശൻ സെക്കൻഡ് ഇൻസ്ക്രിപ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ. മെഗൂദി ജെയിൻ ടെമ്പിളിലാണ് ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ എഴുതിയ വ്യക്തിയെ കണ്ടു, രവി കീർത്തിയെ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഹർഷവർദ്ധന്റെ 3 ബുക്കുകൾ, 3 ഡ്രാമാസ്, നാടകങ്ങളാണ് പ്രിയദർശിക, നാഗാനന്ദ, രത്നാവലി. 3 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹർഷവർദ്ധനന്റെ ബയോഗ്രഫിയായ ഹർഷചരിതം എഴുതിയ വ്യക്തിയെ നമ്മൾ കണ്ടു, ബാണഭട്ടൻ. അദ്ദേഹത്തിന്റെ മറ്റൊരു ബുക്കായ കാദംബരിയും ഡിസ്കസ് ചെയ്തു. ദ വേദിക് ആര്യൻസ് lived in the area called സപ്ത സിന്ധു, which means area drained by 7 rivers. One of the rivers among the 7 is Jalam. What was its ancient name? Okay, earlier വേദിക് കാലഘട്ടത്തെ കുറിച്ച് ഇൻഫർമേഷൻ തരുന്ന ബുക്കാണ് ഋഗ്വേദം. ഋഗ്വേദത്തിലാണ് സപ്ത സിന്ധു റീജിയനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. സിന്ധു റിവറും അതിൻ്റെ ട്രിബ്യൂട്ടറീസും അടങ്ങുന്ന സപ്ത സിന്ധു റീജിയൻ. 7 റിവേഴ്സ് ഉണ്ട്. 1 സിന്ധു റിവർ അഥവാ ഇൻഡസ്. 2 ജലം റിവർ. ജലം റിവറിന്റെ ഏൻഷ്യൻ നെയിം പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് ജലം വാസ് നോൺ ആസ് വിതാസ്ത ഇൻ ഏൻഷ്യൻ ടൈംസ്. ഓക്കെ, ജലം റിവറിന്റെ പേരായിരുന്നു വിതാസ്ത. മറക്കാതിരിക്കുക, ജലം വിതാസ്ത. അത് ചെനാബ്. ചെനാബിന്റെ പേരായിരുന്നു അഷ്കിനി. ഇപ്പൊ അഷ്കിനി എന്നറിയപ്പെടുന്നത് ചെനാബാണ്. അതേപോലെ തന്നെ രവി നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ബാച്ചിലർ ഓഫ് ദ സെവൻ ജാസ് പറഞ്ഞപ്പോൾ പരുഷ്ണിയാണ് രവി. വിപാസ എന്നറിയപ്പെടുന്നത് ദാറ്റ് ഈസ് ബിയാസ് റിവറിന്റെ പേരായിരുന്നു വിപാസ. ഇതുകൂടാതെ ഇൻഡസ് റിവറിന്റെ പേര് നമുക്കറിയാം. ഇൻഡസ് റിവറിന്റെ പേര് സിന്ധു റിവർ എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഏൻഷ്യന്റ് കാലഘട്ടത്തിൽ. അതേപോലെ സത്ലജ് റിവർ ശതദ്രു എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. സത്ലജ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ശതദ്രു എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇൻഡസ് വാലി ട്രിബ്യൂട്ടറീസ് കൂടാതെ സരസ്വതി റിവറും ഉണ്ടായിരുന്നു. ഇത് അടങ്ങുന്ന റിവേഴ്സിനെയാണ് നമ്മൾ സപ്ത സിന്ധു റീജിയൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ റിവേഴ്സിൻ്റെ എല്ലാം പേര് കിട്ടിയല്ലോ. ചോദിച്ചിരിക്കുന്ന ആൻസർ വന്നിരിക്കുന്നത് വിതാസ്തയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പം പഠിച്ചു വെക്കുക. ഏൻഷ്യൻ്റ് കാലഘട്ടത്തിൽ ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്ന റിവേഴ്സും അതിൻ്റെ ഏൻഷ്യൻ്റ് നെയിമും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇൻഡസ് റിവറിൻ്റെ പേരായിരുന്നു സിന്ധു റിവർ. ജലം, ചെനാബ്, രവി, ബിയ, സത്ലജ് റിവേഴ്സിൻ്റെ പേരും സരസ്വതിയും നമ്മൾ കണ്ടു കഴിഞ്ഞു.
മഗധ മഹാജനപദ വാസ് സറൗണ്ടഡ് ബൈ ദ റിവേഴ്സ് ഡാഷ് ഗംഗ ആൻഡ് ജലം, ഗംഗ ആൻഡ് യമുന, ഗംഗ ആൻഡ് സൺ, ഗംഗ ആൻഡ് ഗഗ്ര. ഗംഗ ആൻഡ് സൺ റിവർ, ഗംഗ ആൻഡ് സൺ റിവർ അടങ്ങുന്ന പ്രദേശമാണ് മഗധ മഹാജനപദം ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2023 CGL വന്ന ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വീഡിയോസ് കാണുക, അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുൻ കാലഘട്ടങ്ങളിൽ ഞാൻ നടത്തിയിരിക്കുന്ന ഡിസ്കഷൻസും കാണുക. ആ ഡിസ്കഷൻസ് കാണുമ്പോൾ മനസ്സിലാകും പല ഏരിയാസിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ CGL ആണെങ്കിലും CHS ആണെങ്കിലും MDS ആണെങ്കിലും CAPF ആണെങ്കിലും ശരി, ചോദിച്ചിരിക്കുന്ന ഏരിയാസ് സെയിം ആണ്. ഇപ്പോൾ ബുദ്ധിസ്റ്റ് കൗൺസിൽസ്, അല്ലെങ്കിൽ ഋഗ്വേദിക് ടേംസ്, ഋഗ്വേദിക് റിവേഴ്സ്, ഇമ്പോർട്ടൻസ് ഓഫ് വേദാസ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ക്രിപ്ഷൻസ്, ഗ്രീക്ക് അംബാസിഡേഴ്സ്, അല്ലെങ്കിൽ മൗര്യൻ ഡൈനാസ്റ്റിയെ സംബന്ധിച്ച്, മഹാജനപദങ്ങളെ സംബന്ധിച്ച് ഒക്കെ ഏരിയാസിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏരിയാസ് കൃത്യമായി നോക്കിപ്പോവുക. ആ ഏരിയാസ് നോക്കിപ്പോകാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഒന്ന്, 2022 CGL ഞാൻ നടത്തിയ ഡിസ്കഷൻ, MGS എക്സാമിനേഷൻ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ നിന്ന്. അതേപോലെ തന്നെ 2023 CGL ബേസ് ചെയ്ത് ഇപ്പോൾ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി ഇത് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ ഇരുന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്